പാടിയോട്ടുചാലിൽ വൻ ലഹരിമരുന്ന് വേട്ട. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പാടിയോട്ടുചാലിൽ വങ്ങാട് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ വൻ ലഹരിമരുന്ന് വേട്ട. കാസർഗോഡ് സ്വദേശികളായ അബ്ദുൽ ഖാദർ, പാടിയോട്ടുചാൽ സ്വദേശി മുഹമ്മദ് അസ്ലാം എന്നിവരെയാണ് ചെറുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. SI ക്ലിന്റ് മാത്യുവിന്റെ നേതൃത്വത്തിൽ ASI ബിജിമോൻ P, പോലീസ് ഉദ്യോഗസ്ഥന്മാരായ ജോമിൻ തോമസ്, പ്രജിത്ത് NV, സനോജൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഇത് ഒരു ഹാൻഡ്സിൻ്റെ ഒരു ബണ്ടില് 15 പാക്കറ്റാണ് വരുന്നത്. അങ്ങനെ 15 പാക്കറ്റ് ഒരു ബണ്ടിലുണ്ട്. അതേപോലെ തന്നെ ഉള്ള 65 ബണ്ടിലുണ്ട് ഇതിനകത്ത്. ഈ ഹാൻഡ്സിൻ്റെ 65 ബണ്ടിലുണ്ട്. 65 ബണ്ടിൽ 15 പാക്കറ്റ് വെച്ചാകുമ്പോൾ 930 പീസ് ഹാൻഡ്സാണുള്ളത്. അതേപോലെ തന്നെ ഈ കൂളിപ്പ് ഒരു ബണ്ടിൽ 15 എണ്ണം അല്ലേ? അതൊന്ന് വിളിച്ച് ഇത് കൂളിപ്പ് ഇതേപോലെ തന്നെ ഉള്ളത് 15 എണ്ണം. അങ്ങനത്തെ ബണ്ടിൽ 10 എണ്ണം. അപ്പോൾ ടോട്ടൽ ഹൻസ് 930 ഹൻസ് പാക്കറ്റും അതേപോലെ തന്നെ 150 കൂളിപ്പിൻ്റെ പീസുമാണ് ഇന്ന് പാടിച്ചാലിനടുത്തുള്ള വങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഒരു ഹുണ്ടായി ഒരു വെന്യൂ എന്ന് പറഞ്ഞ വണ്ടിയിൽ നിന്നാണ് പിടിച്ചത്. ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ആ ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ട് പോലീസ് മഫ്തിയിൽ പോവുകയും അവിടെ നിന്ന് ഡയറക്റ്റ് വണ്ടി തടഞ്ഞിട്ട് ചെക്ക് ചെയ്തു. ഒരാൾ സാധനം വാങ്ങുന്ന രീതിയിൽ പോയിട്ട് ചോദിച്ച് അങ്ങനെ അപ്പോൾ തന്നെ പെട്ടെന്ന് പിടിക്കുകയും പോലീസ് വാഹനം പിന്തുടർന്ന് പിടിക്കുകയായിരുന്നു. ഒരാൾ പാടിച്ചാൽ വങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ആളാണ് അസ്ലം എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തെ ആൾ കാസർഗോഡ് ചർക്കളയിലുള്ള അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ആൾ. ഈ അബ്ദുൽ ഖാദറിന് മംഗലാപുരത്തു നിന്നാണ് ഇത് കിട്ടുന്നത്. നമുക്കറിയാതെ മംഗലാപുരത്തു നിന്ന് ഇത് ഫ്രീ ആയിട്ട് കടകളിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അവർക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല. അത് പക്ഷേ കേരളത്തിലേക്ക് വൻതോതിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ സംഭവം കടത്തു വരുന്നത് കൊണ്ടാണ് നമുക്കിത് ഇതേപോലെ തന്നെ ചെറു കടകളിലും അതേപോലെ തന്നെ ഏജൻറ്റുമാർക്കും എത്തിച്ച് കസ്റ്റമേഴ്സിൻ്റെ അടുത്തെത്തിക്കുകയാണ് ഇവരുടെ രീതി. ഇത് ഞാൻ നേരത്തെ മുമ്പൊരു പ്രാവശ്യം ഇവിടെ നമ്മൾ ഹൻസ് പിടിച്ചിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് കേരള പോലീസ് വളരെ ശക്തമായിട്ടുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ലഹരി അത് ഏത് തരത്തിലുള്ളതായാലും മനുഷ്യന് ഹാനികരമായിട്ട് രീതിയുള്ള ഒരു സംഭവം കേരള പോലീസ് അനുവദിക്കുന്നതല്ല. ഇപ്പോൾ ചെറുപുഴയുടെ പ്രദേശത്ത് ഇങ്ങനെ ഒരു സംഭവം പിടിച്ചു. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഭാഗങ്ങളിൽ ഉള്ള സ്ഥലങ്ങളിൽ ഇതിൽ കൂടുതലായിട്ടുള്ള റെയ്ഡുകളും കാര്യങ്ങളും നടന്നു വരുന്നുണ്ട്. അപ്പം കേരള പോലീസിന് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഇത് ആരെങ്കിലും വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിന് മുതിരാതിരിക്കുക. കഠിനമായിട്ടുള്ള നിയമ ശിക്ഷകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ വണ്ടി നമ്മൾ കോടതിയിൽ കൊടുക്കും. വണ്ടി അത് കോടതിയാണ് പിന്നെ തീരുമാനിക്കുക. അപ്പം ഇനി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ ശ്രദ്ധിക്കുക. അതെന്തായാലും പിടിച്ചിരിക്കും. നിങ്ങളങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു അപകടമായിട്ട് മാറുക തന്നെ ചെയ്യും. അപ്പോൾ ഇനിയും അതേപോലെ തന്നെ നാട്ടുകാരെടുത്തും അതേപോലെ തന്നെ പത്രമാധ്യമ സുഹൃത്തുക്കളെടുത്തും നമുക്കൊരു കാര്യം മാത്രമേ കേരള പോലീസിനും അതേപോലെ തന്നെ ചെറുപുഴ പോലീസിനും പറയുവാനായിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ നമ്മുടെ സംസ്ഥാന പോലീസിൻ്റെ വിങ്ങിൻ്റെ നമ്പറിലേക്കോ അല്ലെങ്കിൽ ചെറുപുഴ പോലീസിലേക്കോ നിങ്ങൾ അറിയിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടാവും. അത്യാഹിത സേവനവും ജനറൽ മെഡിസിൻ, ENT, ഫിസിയോതെറാപ്പി, ശിശുരോഗ വിഭാഗം, ECG, ലാബ്, ഫാർമസി തുടങ്ങി സമഗ്ര ആരോഗ്യ സേവനങ്ങൾ ഇനി ഒരൊറ്റ കുടക്കീഴിൽ. നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യ സുരക്ഷയ്ക്ക് മലബാർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പാടിയൊട്ടിച്ചാൽ കരുതലോടെ ആരോഗ്യത്തിന്റെ നേർരേഖ.